എല്ലാവർക്കും ഓട്ടോമേഷൻ എഞ്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് കരേറ്റ യൂസ് ചെയ്ത് APIയുടെ റെസ്പോൺസ് ടൈം അസേർട്ട് ചെയ്ത് നോക്കുന്നത് എന്നുള്ളതാണ്. റെസ്പോൺസ് ടൈം അസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്ത ചെറിയൊരു മിസ്റ്റേക്ക് ഈ വീഡിയോയിൽ ഞാൻ തിരുത്താൻ പോവുകയാണ്. അതൊരു മൈനർ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ബാക്ക്ഗ്രൗണ്ട് കീബോർഡിൻ്റെ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു സ്റ്റാർ എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്യുമെൻറ്റേഷനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോ അസേർഷൻസ് ആഡ് ചെയ്തപ്പോൾ സ്റ്റാർ സിമ്പിൾ സിനേരിക്കകത്തും ആഡ് ചെയ്തു. ഇത് ആഡ് ചെയ്തതുകൊണ്ട് ഇഷ്യൂ ഒന്നുമല്ല, പക്ഷേ അതൊരു കറക്റ്റ് റെക്കമെൻഡഡ് വേ അല്ല. ഡോക്യുമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കൂടുതലും സ്റ്റാർ സിമ്പിൾ യൂസ് ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സെക്ഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സ്റ്റാർ എല്ലാം അസർഷൻ്റെ കേസ് എല്ലാം തന്നെ ആക്കി മാറ്റുവാണ്. അതാണ് ഫസ്റ്റ് ആ ഒരു മിസ്റ്റേക്ക് തിരുത്തിയ ശേഷം ഞാൻ റെസ്പോൺസ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ സെനരിക്കകത്ത് എഴുതിയിരുന്ന സ്റ്റാർ സിമ്പിൾ മൊത്തം ഞാൻ തന്നെ ആക്കി കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്പോൺസ് ടൈം എങ്ങനെയാണ് അസേർട്ട് ചെയ്ത് നോക്കാം. റെസ്പോൺസ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അസേർഷനാണ്. ആ ഒരു പർട്ടിക്കുലർ അസേർഷൻ ചെയ്തില്ലെങ്കിൽ ഈ കരേറ്റയെ സംബന്ധിച്ചോളം നമുക്ക് എഴുതിയേക്കുന്ന സെനേരിയോ പെർഫോമൻസ് ടെസ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഗാറ്റ്ലിംഗ് യൂസ് ചെയ്ത്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമുക്ക് എങ്ങനെ ഓരോ സെനേരിയയുടെയും റെസ്പോൺസ് ടൈം അസേർട്ട് ചെയ്ത് നോക്കുന്നത് നോക്കാം. അത് നമുക്ക് കരേറ്റയുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇതാണ് കരേറ്റയുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ ലിങ്ക്. ഇതിൻ്റെ അകത്ത് ഇൻഡെക്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ റെസ്പോൺസ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് റെസ്പോൺസ് ടൈം എന്നൊരു കീവേഡ് ഉണ്ട്. അപ്പോൾ അസേർട്ട് ചെയ്ത് നോക്കേണ്ടത് അസേർട്ട് എന്നൊരു കീവേഡ് യൂസ് ചെയ്യുക. അതിനുശേഷം റെസ്പോൺസ് ടൈം ലെസ് ദാൻ 10,000 1000, അതായത് ഇത് മില്ലി സെക്കൻഡാണ്. 1000 മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത് 1 സെക്കൻഡാണ്. അതായത് ഒരു പർട്ടിക്കുലർ API ഹിറ്റ് ചെയ്തിട്ട് റെസ്പോൺസ് 1 സെക്കൻഡിനുള്ളിൽ വന്നില്ലെങ്കിൽ ഈ ഒരു അസേർഷൻ ഫെയിൽ ആവും. നമുക്ക് ഈ ഒരു അസേർഷൻ നമ്മുടെ സെനേരിയോസിൽ ആഡ് ചെയ്യാം. ആൻഡ് മാറ്റി ഞാൻ തന്നെ ആക്കി മാറ്റി. സാധാരണ നമ്മൾ അസർഷൻസ് എഴുതുമ്പോൾ ദെൻ കീവേഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ ആക്കി. പിന്നെ ഈ സെക്കൻഡ് 1000 മില്ലി സെക്കൻഡ് എന്നുള്ളത് 3000 മില്ലി സെക്കൻഡ് ആക്കി. അതായത് 3 സെക്കൻഡ്. അതായത് 3 സെക്കൻഡിനുള്ളിൽ റെസ്പോൺസ് വന്നില്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ലൈനിൽ സിനേരിയോ ഫെയിൽ ആവും. അപ്പോൾ ഇതേ റെസ്പോൺസ് ടൈം അസേർഷൻ തന്നെ ബാക്കിയുള്ള സിനേരിയോസിന് ആഡ് ചെയ്യുവാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത കീവേഡ് മാച്ച് അല്ല, അസേർട്ട് ആണെന്ന് ഉള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അസേർട്ട് കീവേഡ് യൂസ് ചെയ്താണ് റെസ്പോൺസ് ടൈം അസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ലൈൻ ഓഫ് കോഡ് ബാക്കിയുള്ള സിനേരിയോയ്ക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡ് കൊണ്ട് നമ്മൾ റെസ്പോൺസ് ടൈം അസേർട്ട് ചെയ്ത് നോക്കി. ഇതിപ്പം പോസ്റ്റ്മാനോ അല്ലെങ്കിൽ വേറെ ഒരു റെസ്റ്റ് അഷ്വേർഡ് പോലെയുള്ള API ടെസ്റ്റിംഗ് ലൈബ്രറിയിലാണെങ്കിൽ നമ്മൾ സിംഗിൾ ലൈനെ ഈ ഒരു പർട്ടിക്കുലർ സെഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് കരേറ്റയുടെ സ്പെഷ്യാലിറ്റീസും ഈസിനെസ്സും. ഇതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ API ടെസ്റ്റിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ടെസ്റ്റ് കേസ് നമുക്ക് എഴുതാൻ പറ്റും. ഏതൊരു നോൺ പ്രോഗ്രാമറിനും പോലും ഈസി ആയിട്ട് ഫോളോ ചെയ്യാവുന്ന രീതിയിലാണ് കരേറ്റ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ സിനേരിയോകൾക്കും നമ്മൾ ഇപ്പം
റെസ്പോൺസ് ടൈം അസർഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു എൻഡ് പോയിന്റ് ഞാൻ എൻ്റെ ലോക്കലിൽ സെർവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹിറ്റ് ചെയ്യാൻ പോകുന്ന എൻഡ് പോയിന്റ് ഇതാണ്. ഈ എൻഡ് പോയിന്റ് നിലവിലുള്ള ഡേറ്റാസ് നമുക്ക് നോക്കാം. നിലവിൽ 34 റെക്കോർഡ്സ് ഉണ്ട്. നമുക്കൊന്ന് സെൻഡ് ചെയ്ത് നോക്കാം. ഫീച്ചർ ഫയല് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം റണ്ണേഴ്സ് കുക്കുംബർ ഫീച്ചർ സെലക്ട് ചെയ്യുന്നു. എക്സിക്യൂഷൻ സ്റ്റാർട്ടായി. സെർവറിന് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ശേഷം സെർവർ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യാം. സെർവർ റീസ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഒരു API മാത്രമേ ഹിറ്റ് ആയുള്ളൂ. ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യാം. റൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാം. നമ്മൾ ഇൻറ്റൻഷലി ഒരു ടെസ്റ്റ് കേസ് ഫെയിൽ ആകുന്ന രീതിയിൽ റെസ്പോൺസ് ടൈം കൊടുക്കാം. 3000 പകരം ആദ്യത്തെ ക്രിയേറ്റ് എ ന്യൂ പോസ്റ്റുള്ള സെനാരിയോയുടെ റെസ്പോൺസ് ടൈം 100 മില്ലി സെക്കൻഡിന് കൊടുക്കാം. ഇതിപ്പോൾ എന്തായാലും ഫെയിൽ ആവും. 100 മില്ലി സെക്കൻഡ് കൊണ്ടൊന്നും ഈ ഒരു APIയുടെ റെസ്പോൺസ് വരാൻ പോകുന്നില്ല. ബാക്കി എല്ലാ ബാക്കി എല്ലാ സെനാരിയോയുടെ റെസ്പോൺസ് ടൈം അസേർട്ട് ചെയ്തിരിക്കുന്നത് 3000 മില്ലി സെക്കൻഡ്, അതായത് 3 സെക്കൻഡ് വെച്ചാണ്. ഇത് മാത്രം 100 മില്ലി സെക്കൻഡിലാണ്. അപ്പം ഇതെന്തായാലും ഫെയിൽ ആവും. ഇത് ഫെയിൽ ആകുമ്പോൾ വരുന്ന മെസ്സേജ് നമുക്ക് റിപ്പോർട്ട് നോക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യാം. ഫീച്ചർ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റണ്ണേഴ്സ് കുക്കുംബർ ഫീച്ചർ. ഓക്കെ, എക്സിക്യൂഷൻ സ്റ്റാർട്ടായി. HTML റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം. ജനറേറ്റ് ചെയ്ത റിപ്പോർട്ട് നമുക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു സെനാരിയോ ഫെയിൽ ആയിട്ടുണ്ട്. 5 സെനാരിയോസ് ഉണ്ടായിരുന്നു, അതിലൊന്ന് ഫെയിലായി. അതുകൊണ്ട് ഫീച്ചർ ഫയലിൽ ഫെയിൽ ആയിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഫസ്റ്റ് റിക്വസ്റ്റ് ആണ് ഫെയിൽ ആയത്. ക്രിയേറ്റ് ന്യൂ പോസ്റ്റ് എന്നുള്ള ആ പർട്ടിക്കുലർ സെനാരിയോ ആണ് ഫെയിൽ ആയത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ 14th ലൈനിൽ ആ ഒരു പർട്ടിക്കുലർ സെനാരിയോ ഫെയിൽ ആയിട്ടുണ്ട്. ആ റീസണും എഴുതിയിട്ടുണ്ട്. അതായത് ഡിഡ് നോട്ട് ഇവാലുവേറ്റ് ടു ട്രൂ, അതായത് റെസ്പോൺസ് ടൈം 100 മില്ലി സെക്കൻഡിനുള്ളിൽ, അതായത് റെസ്പോൺസ് 100 മില്ലി സെക്കൻഡിനുള്ളിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ അസേർഷൻ ഫെയിൽ ആയത്. അപ്പം ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡ് കൊണ്ട് നമുക്ക് റെസ്പോൺസ് ടൈം അസേർഷന് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു വേറൊരു ടൂളാണെങ്കിൽ ഒബ്വിയസ്ലി വൺ ലൈൻ ഓഫ് കോഡ് പോരാ. അപ്പം ഇങ്ങനത്തെ സിംപ്ലിസിറ്റിയാണ് കരേറ്റെ മറ്റുള്ള API ടെസ്റ്റിംഗ് ടൂളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം വളരെ ഈസി ആയിട്ട് API ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈബ്രറിയാണ് കരേറ്റെ. ഇതേ API ടെസ്റ്റിംഗ് നമുക്ക് പെർഫോമൻസ് ടെസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. അപ്പം ഈ ഒരു ലൈബ്രറി നിങ്ങളുടെ കരിയറിൽ പഠിക്കുന്നതുകൊണ്ട് വളരെ ഗുണമായി ഉണ്ടാക്കുകയുള്ളൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ജോലി സാധ്യത തരുന്ന ഒരു ലൈബ്രറിയാണ് കരേറ്റെ. വളരെ ഈസി ആയിട്ട് നോൺ പ്രോഗ്രാമറിന് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഈ ഒരു
ലൈബ്രറി വെച്ച് ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈബ്രറിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.